Hi students, today we are going to discuss about the bill market scheme. Okay, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽ മാർക്കറ്റ് സ്കീമിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റിനെ കുറിച്ചായിരുന്നു. അറിയാലോ, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽ മാർക്കറ്റ് സ്കീം എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ചാണ്. ഈ സ്കീം കൊണ്ടുവന്നിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ സെൻട്രൽ ബാങ്കാണ്, അറിയാമല്ലോ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള രണ്ട് ബിൽ മാർക്കറ്റ് സ്കീമുകളെ കുറിച്ചാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം, ഇന്ത്യയിൽ ബിൽ മാർക്കറ്റ് അത്രത്തോളം തന്നെ വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ബിൽ മാർക്കറ്റ് സ്കീം എന്ന് പറയുന്ന സ്കീം ആര് കൊണ്ടുവരുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്നത്. ആദ്യത്തെ ബിൽ മാർക്കറ്റ് സ്കീം കൊണ്ടുവരുന്ന 1952-ലാണ്. രണ്ടാമത്തെ കൊണ്ടുവരുന്ന 1970-ലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടെണ്ണമാണുള്ളത്. പ്രധാനമായിട്ടും രണ്ട് ബിൽ മാർക്കറ്റ് സ്കീമുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നു. അത് എന്തിനാന്ന് വെച്ചാൽ ബിൽ മാർക്കറ്റ് കൾച്ചർ അല്ലെങ്കിൽ ബിൽ മാർക്കറ്റ് എന്ത് ചെയ്യുക, വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയപ്പെടുന്ന രണ്ട് ബിൽ മാർക്കറ്റ് സ്കീമുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ളത്. ബിൽ മാർക്കറ്റിംഗ് കൾച്ചർ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള രണ്ട് സ്കീമുകളാണ്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1952 കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ്. 1952 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ബിൽ മാർക്കറ്റ് സ്കീമിനെ അറിയപ്പെടുന്ന പേരാണ് സ്കീം ഓഫ് 1952. ഓക്കെ, സ്കീം ഓഫ് 1952 എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ സ്കീം പ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്ത കാര്യം എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ സ്കീമിൽ പറയുന്നു, ആസ് പെർ ദിസ് സ്കീം RBI granted advances to scheduled bank. ഈ സ്കീം പ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോണുകൾ അഡ്വാൻസുകൾ കൊടുത്തുവായിട്ട് ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് ബൈ വേ ഓഫ് ഡിമാൻഡ് ലോൺ. ഏത് രൂപത്തിലാണ്? ഡിമാൻഡ് ലോൺ ആയിട്ട് എന്ത് ചെയ്തു? ഈ സ്കീം പ്രകാരം ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് RBI എന്ത് ചെയ്തു? ലോണുകൾ കൊടുത്തു. ഓൺ ദ സെക്യൂരിറ്റി, അതിന് സെക്യൂരിറ്റി ആയിട്ട് എന്താ കൊടുത്തിട്ടുള്ളത്? എന്തിന്റെ സെക്യൂരിറ്റി നമുക്കുള്ള എലിജിബിൾ യൂസൻസ് ബിൽ. എലിജിബിൾ ആയിട്ടുള്ള യൂസൻസ് ബില്ലാണ് മെച്യൂരിറ്റി പീരീഡിൽ മാത്രം റീകോൾ ചെയ്യാൻ പറ്റുന്ന യൂസൻസ് ബില്ലുകളുടെ സെക്യൂരിറ്റി, കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് ഏതാ വെച്ചിട്ടുള്ളത്? എലിജിബിൾ യൂസൻസ് ബില്ലുകളാണ് കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് എന്ത് കൊടുത്തു? ഡിമാൻഡ് ലോണുകൾ എന്ത് ചെയ്തു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തു. എലിജിബിൾ യൂസൻസ് ബില്ല് മാത്രമല്ല, പ്രോമിസറി നോട്ട് കേട്ടില്ലേ? പ്രോമിസറി നോട്ടിന്റെയും എലിജിബിൾ യൂസൻസ് ബില്ലിന്റെയും സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ RBI ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് എന്ത് ചെയ്തു? ഡിമാൻഡ് ലോൺ കൊടുക്കുകയുണ്ടായി. ഇനി ഫോർ ദിസ്, ഇങ്ങനെ ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫോർ ദിസ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ കൺവേർട്ട് ചെയ്തു, മാറ്റി their loans, advances, overdraft, ബാങ്കിന്റെ കയ്യിലുള്ള ലോൺസ്, അഡ്വാൻസ്, അതുപോലെ ഓവർഡ്രാഫ്റ്റ്, ഇതൊക്കെ കൺവേർട്ട് ചെയ്തു, രൂപമാറ്റം വരുത്തി. എന്താക്കി തിരിച്ചു? കൺവേർട്ടഡ്. ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്? കൺവേർട്ടഡ് ഇൻടു യൂസൻസ് പ്രോമിസറി നോട്ട്. യൂസൻസ് പ്രോമിസറി നോട്ട് എന്ന പ്രോമിസറി നോട്ടിലേക്ക് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. അതിന്റെ കാലാവധി എത്രയാണ്? 90 ഡേയ്സ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഷെഡ്യൂൾഡ് ബാങ്കിന്റെ കയ്യിലുള്ള അഡ്വാൻസ്, ലോണ്, ഓവർഡ്രാഫ്റ്റിനൊക്കെ എന്ത് ചെയ്തു? ഷെഡ്യൂൾഡ് ബാങ്ക് എന്തിലേക്ക് മാറ്റി? യൂസൻസ് പ്രോമിസറി നോട്ടായിട്ട് 90 ദിവസ കാലാവധിയുള്ള യൂസൻസ് പ്രോമിസറി നോട്ടാക്കി മാറ്റുകയും അതിന്റെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ബാങ്കുകൾക്ക് എന്ത് കൊടുത്തു? ലോൺ കൊടുത്തു, ഡിമാൻഡ് ലോണുകൾ കൊടുക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. പിന്നെ ഇത് എല്ലാവർക്കും കിട്ടിയിട്ടില്ല, എല്ലാ ബാങ്കുകൾക്കും ഇത് കിട്ടിയിട്ടില്ല. ഈ പറയുന്ന ലോണ് ഇങ്ങനെ യൂസൻസ് പ്രോമിസറി നോട്ട് ആക്കിയാലും ലോൺ കിട്ടിയിരുന്നില്ല. ആർക്കാണ് കിട്ടിയത്? ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ്. അത് പരിമിതപ്പെടുത്തി. ഈ സ്കീം പ്രകാരമുള്ള ലോൺ കൊടുക്കുന്ന പരിമിതപ്പെടുത്തി ടു ദ ബാങ്ക്സ്, ഈ പറയുന്ന ബാങ്കുകൾക്ക് ഹാവിംഗ് ഡെപ്പോസിറ്റ് 10 crore, 10 കോടിയിലധികം ഡെപ്പോസിറ്റ് ഉള്ള. ഏത് കാലത്താണ് നോക്കണോ? 1952-ലാണ്. 10 കോടിയിലധികം, 10 കോടിക്ക് മുകളിൽ ഡെപ്പോസിറ്റ് ഉള്ള ബാങ്കുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ ഡിമാൻഡ് ലോണുകൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 10 കോടിക്ക് മുകളിൽ നിക്ഷേപമുള്ള
ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് മാത്രമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ബാങ്കുകളുടെ യൂസ് ആൻഡ് പ്രോമിസറി നോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള യൂസ് ആൻഡ് പ്രോമിസറി നോട്ടിന് മുകളിൽ ലോൺ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എല്ലാ ബാങ്കുകൾക്കും കൊടുത്തിട്ടില്ല. മിനിമം വാല്യൂ ഓഫ് ഈച്ച് ബിൽ, ഓരോ ബില്ലിന്റെയും ഈ ബിൽ മാർക്കറ്റ് സ്കീം പ്രകാരം ഓരോ ബില്ലിന്റെയും മിനിമം തുക എന്ന് പറയുന്നത് 1 ലക്ഷം ആയിരിക്കണമെന്നും മാക്സിമം ഒരു ബില്ലിന്റെ തുക 25 ലക്ഷം ഓരോ ബാങ്കിനും കൊടുക്കുന്ന ബില്ല് അല്ലേ, ഓരോ ബാങ്കിന്റെയും ബില്ലിന്റെ തുക മിനിമം 1 ലക്ഷവും മാക്സിമം 25 ലക്ഷവുമായി നിജപ്പെടുത്തി. ഓക്കെ, ഷെറോഫ് കമ്മിറ്റിയുടെ നിർബന്ധപ്രകാരം പിന്നീട് അത് 50,000-ലേക്കൊക്കെ താഴെ വരികയാണ് ഉണ്ടായത്. മാത്രമല്ല ഈ സ്കീമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ക്രിയേറ്റഡ് ബില്ലാണ്, നോട്ട് ജെനുവിൻ. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബിൽ, ഇത് നമ്മൾ ഉണ്ടാക്കി എടുത്ത ബില്ലാണ്. RBI ശ്രദ്ധിക്കുക, RBI യിൽ നിന്നും ഡിമാൻഡ് ആയി ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ത് ചെയ്തു, അവരുടെ കൈവശം ഉണ്ടായിരുന്ന വായ്പയും അഡ്വാൻസും ഓവർഡ്രാഫ്റ്റ് ഒക്കെ എന്ത് ചെയ്തു, എന്താക്കി മാറ്റി, യൂസ് ആൻഡ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്ന 90 ദിവസത്തെ കാലാവധിയുള്ള ഒരു പ്രോമിസറി നോട്ടായിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. ആ ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ബാങ്കുകൾ എന്ത് ചെയ്താണ്, ക്രിയേറ്റ് ചെയ്തതായ ബില്ലാണ്, അവർ ഉണ്ടാക്കി തീർത്തതായ ബില്ലാണ് ഇത് ഈ പറയപ്പെടുന്ന ബില്ല്. സോ ഇറ്റ് ഈസ് നോട്ട് ജെനുവിൻ. ഇത് ജെനുവിൻ ട്രേഡ് ബില്ലാണോ? അല്ല, ഇത് ജെനുവിൻ ട്രേഡ് ബില്ലല്ല. അതുകൊണ്ട് തന്നെ ഈ സ്കീം 1952-ൽ വന്ന സ്കീം ഫെയിലിയർ ആവുകയാണ് ചെയ്തത്. 1952-ൽ കൊണ്ടുവന്ന RBI-യുടെ ബിൽ മാർക്കറ്റ് സ്കീം ഫെയിലിയർ ആവുകയാണ് ചെയ്തത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് ക്രിയേറ്റഡ് ആണ്, പുതിയതായി ഉണ്ടാക്കി തീർത്തതാണ്. RBI-യിൽ നിന്നും ഡിമാൻഡ് ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ബാങ്കുകൾ എന്ത് ചെയ്തു, ജെനുവിൻ ട്രേഡ് ബില്ലിന് പകരം അവരുടെ മൊത്തം ലോൺസിനെയും അഡ്വാൻസിനെയും ഓവർഡ്രാഫ്റ്റിനെയും ഒക്കെ എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തിട്ട് പ്രോമിസറി നോട്ടോ അല്ലെങ്കിൽ ബില്ലുകളാക്കി മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് ക്രിയേറ്റഡ് ബില്ലാണ്, ജെനുവിൻ ട്രേഡ് ബില്ലല്ല. അതുകൊണ്ട് തന്നെ ഈ സ്കീം ഓഫ് 1952 ഫെയിലിയർ ആവുകയാണ് ചെയ്തത്. ഓക്കെ, പിന്നീട് ഇതിന്റെ അടിസ്ഥാനത്തിൽ 1970-ൽ ഒരു സ്കീം RBI കൊണ്ടുവന്നു. ഓക്കെ, അത് ഏത് കാലഘട്ടമാണെന്ന് ഓർക്കണം. 1969-ലാണ് ഇന്ത്യയിൽ ചില സ്വകാര്യ ബാങ്കുകളെ എന്ത് ചെയ്തു, നാഷണലൈസ് ചെയ്തു, ദേശസാൽക്കരിച്ചു, പൊതുവൽക്കരിച്ചു, സർക്കാർ ഏറ്റെടുത്തു. ഓക്കെ, 1969-ൽ ചില പ്രൈവറ്റ് ബാങ്കുകളെ എന്ത് ചെയ്തു, ദേശസാൽക്കരിച്ചു, ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് വന്ന സ്കീമാണ് ഏത്, സ്കീം ഓഫ് 1970. ഓക്കെ, ആഫ്റ്റർ ദി നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്. പിന്നെ നരസിംഹം കമ്മിറ്റി നിങ്ങൾക്ക് നല്ലവണ്ണം ഓർമ്മ വേണ്ടതാണ്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നരസിംഹം കമ്മിറ്റി എന്ന് വെച്ചാൽ ദ കമ്മിറ്റി അപ്പോയിന്റഡ് ഫോർ ബാങ്കിങ് റിഫോം. ബാങ്കിങ് രംഗത്തെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്, ബാങ്കിങ് രംഗത്ത് പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്, പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ നിയോഗിച്ചതായ കമ്മിറ്റിയായിരുന്നു നരസിംഹം കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. അതിന്റെ ചെയർമാൻ, ആ കമ്മിറ്റിയുടെ ചെയർമാൻ നരസിംഹം എന്ന് പറയുന്ന ആളായതുകൊണ്ടാണ് അയാളുടെ പേരിലാണ് കമ്മിറ്റി അറിയപ്പെടുന്നത്. നരസിംഹം കമ്മിറ്റി 1970-ൽ ബാങ്കിങ് റിഫോംസുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ഇത്. ബാങ്കിങ് രംഗത്തെ പുതിയ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. ഈ നരസിംഹ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം എന്ത് ചെയ്തു, ഇന്ത്യയിലെ ബിൽ മാർക്കറ്റിൽ എന്ത് ചെയ്തു, പുതിയ മാറ്റങ്ങൾക്ക് അവർ റെക്കമെൻഡ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. 1970-ൽ നരസിംഹ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ RBI റീഡിസ്കൗണ്ട് ജെനുവിൻ ട്രേഡ് ബിൽ, അതുവരെ റീഡിസ്കൗണ്ടിങ് ഇല്ലായിരുന്നു. 1970-ഓടുകൂടി ബാങ്കുകൾ ഡിസ്കൗണ്ട് ചെയ്തതായ ട്രേഡ് ബില്ലുകളെ റീഡിസ്കൗണ്ട് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം, ജെനുവിൻ ട്രേഡ് ബില്ലുകളെ റീഡിസ്കൗണ്ട് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു. All eligible scheduled banks are eligible for discounting. യോഗ്യതയുള്ള എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും RBI എന്ത് ചെയ്യാം, റീഡിസ്കൗണ്ടിങ്ങിന് വേണ്ടി ഓഫർ വെക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ അപേക്ഷിക്കുവാൻ സാധിച്ചു. യോഗ്യതയുള്ള എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും എന്തിന് സാധിച്ചു, RBI-യിൽ നിന്നും ബില്ലുകളെ ഓൾറെഡി ഡിസ്കൗണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലെങ്കിൽ ഈ ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള
ബില്ലുകളെ വീണ്ടും റീഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടി എന്നാണ് പറയുന്നത്. The bill shall be genuine related to trade. നേരത്തെ പറഞ്ഞതുപോലെ ക്രിയേറ്റഡ് ബിൽ ആയിരിക്കരുത്. ഓക്കെ, RBIയിൽ നിന്നും റീഡിസ്കൗണ്ടിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത ക്രിയേറ്റ് ചെയ്ത ബില്ലായിരിക്കരുത്. അത് ജെന്യൂൻ ആയിരിക്കണം, യാഥാർത്ഥ്യമായിരിക്കണം, യഥാർത്ഥത്തിൽ ട്രേഡുമായി ബന്ധപ്പെട്ട ട്രേഡ് ബില്ലായിരിക്കണം, വ്യാപാരവുമായി ബന്ധപ്പെട്ട ജെന്യൂൻ ആയിട്ടുള്ള ബില്ലുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ സ്കീം പ്രകാരം RBI റീഡിസ്കൗണ്ട് ചെയ്യുള്ളൂ. RBI റീഡിസ്കൗണ്ട് ചെയ്യുന്നതിന് ക്രിയേറ്റഡ് ബില്ലുകളല്ല ഉപയോഗിച്ചത്, പകരം ജെന്യൂൻ ആയിട്ടുള്ള ട്രേഡ് ബില്ലുകളെയാണ്, ട്രേഡുമായി ബന്ധപ്പെട്ട വ്യാപാരവുമായി ബന്ധപ്പെട്ട ജെന്യൂൻ ആയിട്ടുള്ള ബില്ലുകളെയാണ് അവർ ഉപയോഗിച്ചത്. മെച്യൂരിറ്റി പീരീഡ് നോട്ട് എക്സീഡ് 120 days. എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിസ്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് ബില്ലുകളെ ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെച്യൂരിറ്റി പീരീഡ് 120 ദിവസത്തിൽ കൂടാൻ പാടില്ല. ബില്ലിന്റെ മെച്യൂരിറ്റി പീരീഡ് 120 ദിവസത്തിൽ കൂടുതൽ ആവാൻ പാടില്ല. ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റീഡിസ്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RBI റീഡിസ്കൗണ്ട് ചെയ്യണമെങ്കിൽ ആ ബില്ലിന്റെ കാലാവധി 90 ദിവസത്തിൽ കൂടാൻ പാടില്ല. ഡിസ്കൗണ്ട് ചെയ്യണമെങ്കിൽ 120 ദിവസത്തിൽ കൂടാൻ പാടില്ല. റീഡിസ്കൗണ്ട് ചെയ്യണമെങ്കിൽ 90 ദിവസത്തിൽ കൂടാൻ പാടില്ല. ഓക്കെ, മിനിമം എമൗണ്ട് ഓഫ് ബിൽ എന്ന് പറയുന്നത് 5000 ആണ് ഡിസ്കൗണ്ട് ചെയ്യുന്നതിന്. ഇനി അത് റീഡിസ്കൗണ്ട് ചെയ്യുകയാണെങ്കിലോ 50000 ആണ്. മിനിമം എമൗണ്ട് ഓഫ് ബില്ല് 5000 ആണ് ഡിസ്കൗണ്ടിങ്ങിനുള്ളത്. റീഡിസ്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ RBI റീഡിസ്കൗണ്ട് ചെയ്യണമെങ്കിൽ മിനിമം എത്രയാണ്? 50000 ആണ്. ഓക്കെ, റീഫിനാൻസിംഗ് ഫെസിലിറ്റി അവൈലബിൾ ത്രൂ ഔട്ട് ദി ഇയർ. വർഷത്തിൽ എല്ലാ ദിവസവും എല്ലാ ബാങ്കുകൾക്കും റീഫിനാൻസിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്ന ഫെസിലിറ്റി എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ബാങ്കുകൾ ഓൾറെഡി കൊടുത്തതായ ലോൺ അഡ്വാൻസുകളുടെ മുകളിൽ എന്ത് ചെയ്യാം? റീഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫെസിലിറ്റി RBI കൊടുക്കുന്നുണ്ട്. ആ ഫെസിലിറ്റി വർഷത്തിൽ മുഴുവനായിട്ട് നിജപ്പെടുത്തി എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയുമാണ് പറയാനുള്ളത്. ബില്ല് സ്കീം 1952, പിന്നീട് 1970. ഈ രണ്ട് കാര്യങ്ങളും ഓർത്തു വെക്കുക. താങ്ക് യു.